തീക്കട്ടയിൽ ഉറുമ്പരിക്കുമോ? അരിക്കും എന്നാണ് എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5000-ഓളം ജനങ്ങൾക്ക് ഒരു മാസമായി കറണ്ട് ഇല്ലായിരുന്നു. കേരളത്തിലല്ല, അങ്ങ് വടക്ക് ഉത്തർപ്രദേശ് ബദായൂം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡുകാരെ ഫീസൂരിയതൊന്നുമല്ല ആ 5000 പേർക്ക് കറണ്ട് ഇല്ലാതെയായത്. അവിടെ ഇലക്ട്രിസിറ്റി ബോർഡില്ല. കാരണം ഉത്തർപ്രദേശിലെ പ്രൈവറ്റ് ഇലക്ട്രിസിറ്റി കമ്പനിയാണ് അവിടെയുള്ളത്. അപ്പൊ ഈ 5000 പേർക്ക് കറണ്ട് പോയെങ്കിൽ അത് ഉടനെ കിട്ടിയില്ല. ഒരു ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ അത് വേഗം നമുക്ക് കിട്ടും. ആരോട് പറയാൻ, എന്ത് പറയാൻ? എപ്പോഴാണ് അറിയുന്നത്? അവിടുത്തെ ഒരു ട്രാൻസ്ഫോർമർ കള്ളന്മാർ അടിച്ചിട്ട് പോയി. അതേ തുടർന്നാണ് ഒരു മാസത്തോളം അവർക്ക് കറണ്ട് ഇല്ലാതിരുന്നത്. ആദ്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് അവരറിയുന്നത് തങ്ങൾക്ക് ട്രാൻസ്ഫോർമർ ഇല്ല. അപ്പൊ കറണ്ട് മോഷ്ടാക്കള് എവിടെയും ഉണ്ട്. ഉത്തർപ്രദേശ് മാത്രമല്ല, പലതും നമ്മൾ അറിയാതെ പോകും. അങ്ങനെ അറിയാതെ പോയ, ആർക്കും അറിയാത്ത, ഞങ്ങളിൽ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു മോഷണം, കറന്റ് മോഷണത്തെ പറ്റിയാണ്. കറന്റ് മോഷണം മീൻസ് എന്താണ്? കറന്റ് കെട്ടെടുത്തു എന്നല്ല പറയുന്നത്, കറന്റിന്റെ കമ്പി മോഷ്ടിച്ച അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. 2004 ഒരു സംഭവം ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് ഞാൻ കരുനാഗപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. വെളുപ്പിനെ അവിടെ എത്തണം. ഏതാണ്ട് 7:30-ക്കാണ് അവിടെ ഞാൻ എത്തുക. 101 കിലോമീറ്റർ ആണ് അരൂരിൽ നിന്ന് കരുനാഗപ്പള്ളിക്കുള്ളത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്കാരൊക്കെ റെഡിയായി പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫോൺ ബെല്ലിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോൺ ബെല്ല് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നൈറ്റ് ഡ്യൂട്ടിക്കാരോട് ചോദിച്ചു, ബെല്ലടിക്കുകയാണല്ലോ, വല്ല കംപ്ലൈന്റ് ഉണ്ടോ? അവിടെ എങ്ങോട്ട് കറണ്ട് ഇല്ല മാനുവൽ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഫോൺ എടുത്ത് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു അവിടെ ലൈൻ ഇല്ല എന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളുടെ പ്രത്യേകതയുണ്ട്. ചിലർ ലൈൻ ഇല്ല എന്ന് പറയും, ചിലർ കറണ്ട് ഇല്ല എന്ന് പറയും, ചിലർ സപ്ലൈ ഇല്ല എന്ന് പറയും, ചില ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറയും. അങ്ങനെ പല പല രീതിയിലാണ് പറയുന്നത്. അവിടെ പറയുന്നത് ലൈൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ലൈൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു ശരിയാക്കാം. അപ്പൊ വീണ്ടും ഒരാളോട് വിളിച്ചു. അപ്പൊ തുടരെ തുടരെ വിളി. ഞാൻ ഉടനെ കംപ്ലൈന്റ് ബുക്ക് നോക്കി. കംപ്ലൈന്റ് ബുക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ പോലെയല്ല, ഓവർസേഴ്സ് അല്ല എഴുതാറുള്ളത്, കൺസ്യൂമേഴ്സ് ആണ്. അങ്ങനെ കൺസ്യൂമർ എഴുതി വെച്ചിട്ടുണ്ട് ലൈൻ ഇല്ല എന്ന രീതിയിൽ. ഞാൻ ഉടനെ ബൈക്ക് എടുത്ത് നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫോമർ നോക്കിയപ്പോൾ എല്ലായിടത്തും സപ്ലൈ ഉണ്ട്. ഓക്കെ, ഞാൻ നേരെ തിരികെ പോന്നു. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിയോട് വിളിയാൻ ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് നോക്കിയല്ലോ, അവിടെ ട്രാൻസ്ഫോമറിൽ ഫീസൊക്കെ ഉണ്ട്, എല്ലാം സപ്ലൈ എല്ലാം ഓക്കെ ആണല്ലോ എന്ന്. അപ്പൊ നേരത്തെ വിളിച്ച ആളാണ് എന്നോട് പറയുന്നത്, സാറേ ഞാനാണ് നേരത്തെ വിളിച്ചത്, ലൈൻ ഇല്ലെന്ന് സാറോട് പറഞ്ഞിരുന്നല്ലോ. ഞാൻ ചോദിച്ചു, കറണ്ട് ഇല്ലെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല സാറേ, ലൈൻ ഇല്ല ഇവിടെ. ഞാൻ ഉടനെ തന്നെ വീണ്ടും അവിടെ ചെന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട് കരുനാഗപ്പള്ളി ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ. ചിറ്റിമൂല എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമർ ആയിരുന്നു. ഇത് വളരെ രഹസ്യമായ ഒന്നാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ളത്. അത് നിങ്ങളോട് ഞാൻ പറയാണ്. അപ്പൊ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞ ശരിയാണ്, 7 സ്പാനോളം ലൈനില്ല. എല്ലാ ലൈനും ആരോ അഴിച്ചുകൊണ്ട് പോയി. അപ്പൊ അഴിച്ചുകൊണ്ട് പോയപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഇലക്ട്രിസിറ്റി ഓൾറെഡി കിടക്കുകയല്ലേ. അപ്പൊ കറണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് അവർ ഊരിക്കൊണ്ടുപോയത്? അപ്പൊ അത്ര വിദഗ്ധന്മാരായത് കൊണ്ടല്ലേ അങ്ങനെ അവര് ഊരിക്കൊണ്ട് പോയെന്ന് ചിന്തിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് ഒരു 7 സ്പാൻ കമ്പികൾ അഴിക്കുക. 7 സ്പാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഏതാണ്ട് 300 മീറ്റർ എങ്കിലും കുറഞ്ഞത് വരും. അപ്പൊ 300 മീറ്റർ എന്ന് പറയുമ്പോൾ 300 × 5 അപ്പോ 1500 മീറ്ററോളം കമ്പികൾ 1 മണിക്കൂർ കൊണ്ട് അഴിച്ചു മാറ്റുക എന്നുള്ളത് എന്ത് അത്ഭുതമാണ്. അത് തന്നെയല്ല, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന പറഞ്ഞ പോലെ കറണ്ടിൽ തൊട്ട് ആരെങ്കിലും കളിക്കുമോ? ഒരു കള്ളന്മാരും കറണ്ടിൽ തൊട്ട് കഴിക്കില്ല. കാരണം എന്താണ്? കറണ്ട് കണ്ടുപിടിച്ച ആളെ പോലും കൊന്നൊടുക്കിയ പാരമ്പര്യമാണ് കറണ്ടിന്. അത് ഒത്തിരി പേര് കറണ്ടിലൂടെ മരിക്കുന്നുമുണ്ട്. അപ്പോ ലൈവായിട്ട് ചെയ്യുന്നവര് ഞങ്ങളാണ്. ഞങ്ങൾക്ക് കറണ്ട് ഒരു പ്രശ്നമല്ല. കറണ്ടില് 230 വോൾട്ട് വരുന്നതാണെങ്കിൽ ഞങ്ങൾ പ്ലെയർ വെച്ചിട്ട് ചെയ്യും. HT ആണെങ്കിൽ ഓഫ് ചെയ്യണം. എന്നാൽ 66 kV 110 kV ടവർ ലൈൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ടവർ ലൈനിൽ കൂടി ലൈവായിട്ടാണ് ചെയ്യുന്നത്.
അതിൽ കൂടി വർക്ക് ചെയ്യുമ്പോൾ ലൈവായിട്ട് അപ്പോൾ ഓൾറെഡി സപ്ലൈ പോകുമ്പോഴാണ് അതിൽ ചെയ്യുന്നത്. ആ ടവറിനോട് എടുത്തിട്ടല്ല, ആ കമ്പിയിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ആ കമ്പിയിൽ തൂങ്ങിയൊക്കെ പോകുന്നത്. എന്നാൽ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് അതിന് പ്രത്യേകം ഒരു ക്യാബിൻ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. കരുനാഗപ്പള്ളിയിൽ നടന്ന മോഷണം എന്ന് പറയുന്നത് അന്ന് JCB അല്ലെങ്കിൽ ഇന്നത്തെ പോലത്തെ ക്രെയിനുകളൊന്നും ഇല്ല. ആ കാലം അല്ല അത്. ഇന്ന് എവിടെയും മുക്കിലും മൂലയും ക്രെയിൻ ചെല്ലും. അന്ന് ക്രെയിൻ ഒന്നുമില്ല. ആ സമയത്ത് ആണ് ഈ 7ഓളം സ്പാനുകള് വളരെ സിമ്പിൾ ആയിട്ട്, അതും സർവീസുകാർ എല്ലാത്തിലും ജോയിൻ ചെയ്യുന്നു. ഒത്തിരി വീടുകളൊക്കെ ഉള്ളതാണ്, ഒത്തിരി കടകളുള്ളതാണ്. മെയിൻ ജംഗ്ഷനാണ് ഈ ചുറ്റുമല എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് കംപ്ലീറ്റ് ലൈൻ ക്ലിപ്പ് ചെയ്ത് പോകുന്നതാണ്. ആ ക്ലിപ്പുകളെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ലോറിക്ക് പോയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഈ 5 ലൈനിലെയും സർവീസ് വയർ കട്ട് ചെയ്ത് അവർ സിമ്പിൾ ആയിട്ട് വരുന്നത്. ഒരു ഇലക്ട്രിസിറ്റി ബോർഡുകാരൻ വിചാരിച്ചടച്ച് നടക്കില്ല. അവരോട് ഒരു ലൈൻ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ 1 മണിക്കൂറുകൾ എടുക്കും. എന്നാൽ ഇത് 7 സ്പാൻ വളരെ സിമ്പിൾ, 1 മണിക്കൂർ പോലും എടുത്തില്ലെന്നാ പറയുന്നത്. അത് ഒരാളങ്ങനെ ആ വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ ലൈനിൽ കയറി പണിതപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നാ പറഞ്ഞത്. കാര്യം ഇത്രയും ആത്മാർത്ഥമുള്ള ഇലക്ട്രിസിറ്റി ബോർഡുകാരാണോ. അപ്പൊ ഉടനെ തന്നെ അയാൾ ചെന്നിട്ട് മറ്റവർക്ക് കൈ കൊടുത്തു എന്നാ പറയാ. കൈ കൊടുത്തിട്ട് പറഞ്ഞ ഇത് വേറെ ആര് ചെയ്യും, നിങ്ങൾ രാത്രി ഒന്ന് ലൈനൊക്കെ ചെയ്ത് ഒത്തിരി താങ്ക്സ്, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ഇത് എല്ലാവരോടും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്നു. സിൻസിയറായിട്ട് അവർ ചെയ്തു. അപ്പൊ അന്ന് ലോറിയും മറ്റുള്ളതൊന്നും ഇല്ല, അവര് പോസ്റ്റിൽ കയറി തന്നെയാണ് കട്ടെടുത്തത് എന്നാണ് ആ കൺസ്യൂമർ പറഞ്ഞത്. കറണ്ട് പാസ് ചെയ്യുന്ന ലൈനിൽ അവരെടുത്തത് എങ്ങനെയാണ്, ട്രാൻസ്ഫോമറിലെ ഫീസൂരിയ ശേഷമാണ് ഓരോ പോസ്റ്റിലും കയറിയിട്ടാണ് അവർ ചെയ്തത്. അവർ ഏതാണ്ട് 5-6 പേരുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരാൾ തട്ടി താഴെയിടും, മറ്റവര് ചുറ്റി അവര് ഓട്ടോയിൽ കയറ്റും. ആ രീതിയിലാണ് അന്ന് ലൈൻ എടുത്തത്, കറണ്ടിന്റെ ലൈൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആക്രി സ്ഥാപനങ്ങളുള്ളത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പൊ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആക്രിക്കട തുടങ്ങിയത് പോലും കരുനാഗപ്പള്ളിക്കാരെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ ആക്രി ബിസിനസ് ഉള്ളതുകൊണ്ടാണ് പലവിധ മോഷണങ്ങൾ. അതിനു മുമ്പും ചില മോഷണങ്ങളൊക്കെ ഇതുപോലെ കമ്പികൾ അടിച്ചിട്ട് പോയിരുന്നു. ഇത് അലൂമിനിയം കമ്പിയായിരുന്നു. അന്ന് പറഞ്ഞാൽ ഫുൾ അലൂമിനിയം കമ്പിയാണ്, സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് അല്ല. അപ്പൊ ആയതിനാൽ അതെല്ലാം വിൽക്കാവുന്നതാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ അറിഞ്ഞിട്ടല്ല ഈ കമ്പി എടുത്തത്. മറ്റേ മോഷണം ഞാൻ പറഞ്ഞത് വേറൊരു ഒത്തിരി കിലോമീറ്റർ അകലെയുള്ള സെക്ഷനിലെ പഴയ ലൈൻമാന്മാരൊക്കെയാണ്. അതും വലിയ നീളത്തിലുള്ള കമ്പിയൊന്നുമല്ല, ചെറിയ കമ്പികൾ. അവര് എന്തെങ്കിലും കഴിക്കാനോ അത് ഏതെങ്കിലും കാര്യത്തിനായിരിക്കാം വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മോഷണം എന്ന് പറയുന്നത് ആ ഗ്രാമവാസികളുടെ, അതായത് ബദായും എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ട്രാൻസ്ഫോർമർ അടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ 2004 ഈ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ആ പ്രശ്നമൊക്കെ തീർന്നു. അത് ഓരോരുത്തരുടെ ലയബിലിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ അത് മാറ്റി തീർത്തു. അരൂരത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്തുകൊണ്ടാണ് അരൂർ മുക്കത്തു നിന്നും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയതെന്ന് അറിയാമോ? ഒത്തിരി മോഷണം അവിടെ ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരി ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കുറെ ഇതുപോലുള്ള കറണ്ട് കമ്പികൾ എടുക്കുന്ന ഒത്തിരി പേരുണ്ട് മോഷ്ടിക്കുന്നവര്. അവര് വള്ളത്തിന് വന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പുറകിലുള്ള സ്ഥലത്ത് വന്നിട്ട് ആരും അറിയാതെ, അവിടെ നൈറ്റ് സ്റ്റാഫ് പോലും അറിയാതെ അവര് എടുത്തിട്ട് പോയി. ഒരിക്കല് ഒരു ലോറിക്ക് വന്ന കംപ്ലീറ്റ് സാധനങ്ങളും അന്ന് എടുത്തിട്ട് പോയെന്ന് പറഞ്ഞാൽ. ഞാൻ മീറ്റർ റീഡിങ്ങിലായിരുന്നു, അപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത്. ഒരു ദിവസം നിന്നപ്പോൾ എല്ലാവരും ദുഃഖത്തോടെ ഇരിക്കുന്നത്. കാര്യം ചോദിച്ചിട്ട് പറഞ്ഞാൽ അപ്പോ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്ന കാര്യമാണ് പറയുന്നത്. കറണ്ട് മോഷണമല്ല, കറണ്ട് കമ്പി മോഷണം, ലൈവ് മോഷണം, കറണ്ട് സപ്ലൈ ഉള്ളപ്പോൾ മോഷണം, അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ മോഷണമൊന്നും അവർക്ക് പ്രശ്നമല്ല, കറണ്ടും ഒരു പ്രശ്നമില്ല. തീക്കട്ടയിൽ പോലും അവരരിക്കും. ഒത്തിരി സ്നേഹത്തോടെ കുറെ വിശേഷങ്ങളുമായി, ഇലക്ട്രിസിറ്റിയുടെ വിശേഷങ്ങളുമായി, കുറെ മോഷണങ്ങളുമായി ഇനിയും കാണാം.